നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയാൻ കാരണം? അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് ഈസ് എക്സ്ട്രീംലി ഫിയർ കണ്ടീഷനിലാണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി അവരുടെ പൈസയെല്ലാം ഈ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള അസറ്റ്, ക്രിപ്റ്റോ അസറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈൽ ആണ്. അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഇവിടെ ബിറ്റ്കോയിനിലും ഇത്തീരിയം പോലെയുള്ള കോയിൻസിൽ നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ 1 ഇയറിന്റെ ചാർട്ട് ഞാൻ ബിറ്റ്കോയിന്റെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം US$ അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ്കോയിൻ $69,759 അപ്പൊ ഇത് എവിടെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തത്? 1.26 എന്ന് പറഞ്ഞ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു പ്രൈസിലേക്ക് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 50% ഡിപ്പിലാണ് നിൽക്കുന്നത്. 50% ഡിപ്പ്, വലിയൊരു ഡിപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ 4,300 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ വെറും $2,084 നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നല്ലൊരു ഡിപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തീരിയത്തില്. ടോട്ടൽ ക്രിപ്റ്റോ കറൻസിനെ കൺട്രോൾ ചെയ്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രണ്ട് കോയിൻസ് ആണ് ബിറ്റ്കോയിൻ, ഇത്തീരിയം. ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കോയിൻസിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്? നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ മേജർ ആയിട്ടുള്ള കോയിൻസ് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബിറ്റ്കോയിൻ ഒരു $1,26,000 നിന്ന് 63, 66 ഇങ്ങനെയുള്ള ഒരു പ്രൈസിലാണ് ഇപ്പൊ പ്രസന്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തീരിയം ആണെങ്കിൽ 4,800 പ്ലസ്, 4,300 അല്ല 4,800 പ്ലസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് 2,100, 2,300 എന്നുള്ള റീജിയനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്രയാണ്? ഇത്തീരിയം ഒരു 55%, 60% താഴെയാണ്. ബിറ്റ്കോയിൻ 48% താഴെ. അതുപോലെ തന്നെ സൊളാന നോക്കുന്ന സമയത്ത് 260 എന്നുള്ള പ്ലസിൽ നിന്ന് വെറും 87.95, അതായത് 65% ഡൗണിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ XRP 3.60 നിന്ന് 1.26 ടു 1.40. ഇവിടെ BNB നോക്കുവാണെങ്കിൽ 720 നിന്ന് 580. നമുക്ക് ഇവിടെ BNB മാത്രമാണ് ചെറിയ രീതിയിലൊരു ഡിപ്പ് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ കോയിൻസിലും വളരെ 50-60% ഡിപ്പ് കിടക്കുന്നുണ്ട്, വലിയ മേജർ കോയിൻസിൽ. നമുക്കിവിടെ റിസ്ക് ലെവൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കുറച്ച് റിസ്ക് ലെവൽ കിട്ടുന്നത് നമുക്ക് ബിറ്റ്കോയിലാണ്. ബാക്കി മീഡിയം റിസ്ക് കിട്ടുന്ന രണ്ട് ബ്ലൂ ചിപ്പ് കോയിൻസ് ആണ് നമുക്ക് BNBയും ഇത്തീരിയവും. ബാക്കിയുള്ള സൊളാന, XRP ഒക്കെ കുറച്ച് ഹൈ റിസ്ക് ഉള്ള കാറ്റഗറിയിലുള്ള കോയിൻസ് ആണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ, ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യാം, എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനൊരു ഡിസ്ക്ലൈമർ തരാം. ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ പൈസ തന്നെ സീറോ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല റിവാർഡും ഉള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും റെക്കമെൻഡേഷൻ അല്ല. ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഓർത്തിരിക്കുക, ഇപ്പോഴത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺസ് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്രയും താഴോട്ട് വരാൻ കാരണം. ക്രിപ്റ്റോ മാർക്കറ്റ് നമ്മുടെ ഒന്നാമത്തെ 3 റീസൺസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാക്രോ എക്കണോമിക് റീസൺസ്, അതായത് ടെക് സ്റ്റോക്സ്, അപ്രോക്സിമേറ്റ് എല്ലാ ടെക് സ്റ്റോക്സും താഴോട്ട് പോകുന്നു. അപ്പൊ US മാർക്കറ്റ്, നാസ്ഡാക്ക് ഒക്കെ താഴോട്ട് പോകുന്നു. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടെക് സ്റ്റോക്ക് ഈ ഹെവി ആയിട്ട് ഫാൾ ചെയ്ത് കഴിഞ്ഞപ്പം അത് ക്രിപ്റ്റോയിനെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു കാരണമായി. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ആൻഡ് റേറ്റ്സ്. ഇൻഫ്ലേഷൻ നമുക്കറിയാം, റീസെന്റ് US ഇൻഫ്ലേഷൻ ഡേറ്റ നമുക്ക് 2.4% ആണ്. അപ്പൊ അത് കൂളാണ്. ബട്ട് നമുക്ക് ഇമീഡിയറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നില്ല ഫെഡിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അത് ലിക്വിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി കാരണമായി. അതുപോലെ തന്നെ നമുക്ക് ബിറ്റ്കോയിന്റെ പ്രൈസ് കാണാൻ സാധിക്കുന്നത്, ബിറ്റ്കോയിൻ ഏകദേശം ഒരു 60, ഈ പറഞ്ഞ 60, 65, 68 എന്ന് പറഞ്ഞ ഡോളറിലാണ്, ഇപ്പം $65,000 നിൽക്കുന്നത്. അത് 50% ഡൗൺ ആണ്. അപ്പൊ അത് ആ ഒരു പീക്കിൽ നിന്ന് ഇത്രയും താഴെ വന്നു. അപ്പൊ അത് മേജർ ആയിട്ടുള്ള റീസൺ ആണ്. ഏറ്റവും വലിയ കോയിൻ അത്രയും പകുതി താഴെ വന്നു കഴിഞ്ഞാൽ അത്രയും തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിൽ നിന്ന് പൈസ പുറത്തു പോയി എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പം മൈനേഴ്സ് പ്രഷർ, ബിറ്റ്കോയിൻ മൈനേഴ്സ് ആർ സ്ട്രഗ്ലിംഗ്. അപ്പം ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നവരും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ കോസ്റ്റ്, ഒരു BTC മൈൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹൈ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ പ്രൈസ് ഡ്രോപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടാതെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ബിറ്റ്കോയിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ ടോട്ടൽ ആയിട്ടുള്ള ഓവറോൾ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലും അതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഭയങ്കര ഒരു ഇൻഫ്ലോ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബിറ്റ്കോയിനിലും ഇത്തീരിയത്തിലും ഒക്കെയുള്ള ETF-കളിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മണി ഇൻഫ്ലോ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫുൾ ആയിട്ട് ഔട്ട്ഫ്ലോ ആണ് നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരു മണി ടെമ്പറലി അവിടെ നിന്ന് പുറത്തെടുക്കുന്ന, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മണി ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് പുറത്തെടുക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അഗ്രസീവ് DC എന്ന് പറഞ്ഞ ഒരു കോർ സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോളർ കോസ്റ്റ്
ആവറേജിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. അപ്പം ഇവിടെ DCA എന്ന് പറയാം, നമുക്ക് എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം. അപ്പൊ ഡോളർ കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ആയിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി ബ്ലൂ ചിപ്പ് കോയിൻ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് ഇത് ബോട്ടം ആണെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ചു പോയേക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ താഴെ വന്നിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് വന്ന് കുറച്ച് മുകളിലൊക്കെ പോയിട്ട് കുറച്ചും കൂടെ താഴെ പോയിട്ടായിരിക്കും മേളിലേക്ക് പോകുന്നത്. നമുക്ക് എക്സാക്ട് ആയിട്ട് ഇതാണോ ബോട്ടം, അതെയോ ഇതാണോ ബോട്ടം, അതെയോ ഇതാണോ ബോട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, പതിയെ പതിയെ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എന്താണ് പറയുന്നത്, രണ്ട് തരം മെത്തേഡുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് DC, അതായത് നമ്മൾ സാധാരണ SIP ചെയ്യുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ വീക്കിലിയിൽ ഒരു നിശ്ചിത എമൗണ്ട്, ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് $500 എന്നാണ് ഇട്ടിരിക്കുന്നത്, നമുക്കൊരു നിശ്ചിത എമൗണ്ട് വേണമെങ്കിൽ വീക്കിലിയിൽ ഓരോ ദിവസവും അതിൻ്റെ അകത്ത് SIP പോലെ നമുക്ക് കോയിൻസിൽ ആഡ് ചെയ്യാം. രണ്ടാമതാണ് അത് സിമ്പിൾ ആയിട്ട് നമ്മൾ SIP ചെയ്യുന്ന പോലെയാണ്, വീക്കിലിയിൽ അല്ലെങ്കിൽ മന്ത്ലിയിൽ നമുക്ക് SIP പോലെ നമുക്ക് എൻട്രി എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു ആവറേജ് പ്രൈസ് കിട്ടും. അത് ഫ്യൂച്ചറിൽ ആ ഒരു കോയിൻ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു റിട്ടേൺ കിട്ടും. ഇനി നമുക്ക് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് ഡൈനാമിക് DCA എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻക്രീസിംഗ് യുവർ ബൈ ഓർഡേഴ്സ് ദ പ്രൈസ് ഡ്രോപ്പ് സ്ലോവർ, അതായത് പ്രൈസ് താഴോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കും, വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് വാങ്ങിക്കും, വീണ്ടും പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് വേണം. അപ്പൊ ഇതിന്റെ പ്രൈസ് ആവറേജ് ആയിട്ട് താഴോട്ട് വരും, ഷിഫ്റ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ബിറ്റ്കോയിൻ 65,000 ആ ഒരു ഡോളർ പ്രൈസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു എൻട്രി എടുത്തു, അത് കഴിഞ്ഞിട്ട് അത് 60,000 വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എൻട്രി എടുക്കുന്നു. അതെത്രയാണ്, കുറച്ചുകൂടെ കൂടുതൽ $500 എന്നുള്ള രണ്ടാമത് എൻട്രി എടുക്കുന്നത് $750 അപ്പൊ ബിറ്റ്കോയിൻ വീണ്ടും 60,000 നിന്ന് 55,000 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ടിൽ ബൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൂടുതൽ ബൈ ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് ഒരു ആവറേജ് പ്രൈസ് കിട്ടുന്നു. എപ്പോഴാണോ തിരിച്ചു പോകുന്നത് ആ ഒരു സമയത്ത് നമ്മൾ വിൽക്കുന്നു. ഇപ്പൊ ഒരു റിവേഴ്സൽ ഉണ്ടാകും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് നമ്മൾ അത് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നല്ല മെത്തേഡാണ്. പക്ഷെ ഏറ്റവും ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാൻഡേർഡ് DCA തന്നെയാണ്. ബട്ട് ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാൻഡേർഡ് DCA ആണ്. കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, കുറച്ചും കൂടെ റിട്ടേൺ കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഡൈനാമിക് DCA ചെയ്യാം. പക്ഷേ ഡൈനാമിക് DCA ചെയ്യുന്ന സമയത്തും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതെങ്ങനെയാണ് നമ്മൾ ലിവറേജും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് താഴോട്ടാണ് വരുന്നത്, അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് DCA മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവറേജിങ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഏത് മെത്തേഡ്, ഡൈനാമിക് DCA മെത്തേഡ് യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് എവിടെയാണ് എൻട്രി എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ഇടുന്ന എമൗണ്ട് കൂടുതലായിട്ടും ഒരു 50, 60, 70% എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എമൗണ്ട് വലിയ കോയിൻസിലേക്കാണ് പോകേണ്ടത്, അതായത് ബിറ്റ്കോയിൻ, ഇത്തീരിയം പോലെയുള്ള വലിയ കോയിൻസിലേക്കാണ് പോകേണ്ടത്. അതാണ് ലീഡ് ചെയ്യുന്നത്. അത് റിക്കവറി വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അത് റിക്കവറി വന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നും റിക്കവറി വരത്തില്ല ക്രിപ്റ്റോ മാർക്കറ്റിൽ. ഇത് റിക്കവറി തന്നിട്ടുണ്ടെങ്കിൽ, ഈ കോയിൻസ് റിക്കവറി തന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് റിക്കവറി തരത്തുള്ളൂ. അപ്പം കൂടുതലായിട്ടുള്ള എമൗണ്ട് എപ്പോഴും ഒരു 60-70% കൂടുതലായിട്ടുള്ള എമൗണ്ട് നമ്മൾ വലിയ കോയിൻസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട്, ഒരു 10, 20, 30% നമുക്ക് ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ആഡ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൊലാന, ചെയിൻ ലിങ്ക്, അതുപോലെ തന്നെ പോളിഗൺ, അങ്ങനെയുള്ള പല കോയിൻസും നമുക്ക് ലഭിക്കും. അപ്പൊ അത് പല ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും പല സെക്ടറുകളിലുള്ള വലിയ കമ്പനികളിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അവിടെ ഒരുപക്ഷെ അത് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഇത്തീരിയം മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളും അത് 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയിട്ട് മൾട്ടിപ്ലൈ ആയിട്ടുള്ള മൾട്ടിഭാഗ റിട്ടേൺ തരാനുള്ള പൊട്ടൻഷ്യലുകളും ഈ ഒരു കോയിൻസിന് ഉണ്ട്. അപ്പൊ അവിടെ റിസ്ക്കും കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മുകളിലത്തെ കോയിൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ താഴത്തെ കോയിൻസും പെർഫോമൻസ് തരാൻ ചാൻസ് ഉള്ളൂ. അപ്പം മുകളിലത്തെ കോയിൻസ് പെർഫോമൻസ് തരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒത്തിരി ഇരട്ടി മൾട്ടിപ്ലൈ ആകുന്നല്ല, പക്ഷെ എന്നാലും അത് റിക്കവറി തന്ന് തിരിച്ചു മുകളിലേക്ക് പോയി മോശമില്ലാത്ത റിട്ടേൺ തരാനുള്ള ചാൻസും കൂടുതലാണ് ഈ മുകളിലത്തെ ബിറ്റ്കോയിനും ഇത്തീരിയം പോലുള്ള ലാർജ് ക്യാപ് കോയിൻസിൽ. ബാക്കി നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് വേണമെങ്കിൽ AI ടോക്കൺസ്, ഗെയിമിനി അങ്ങനെയുള്ള മീംസ് കോയിൻസിലൊക്കെ ഇടാം. അപ്പൊ അത് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഓർത്തിരിക്കുക, നമ്മുടെ ആ ഒരു പൈസ പോയി എന്ന് തന്നെ ഓർത്തിരിക്കുക. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ അത് ഇട്ട് കഴിഞ്ഞാൽ അത് പോയി എന്ന് മറന്നേക്കുക, അത് കിട്ടില്ലെന്ന് തന്നെ ഓർത്തേക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, അത് ചിലപ്പോൾ വളരെ വലിയ റിട്ടേൺസും തരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 10x, 50x, 100x വരെ പോകാനും 500x വരെ പോകാനും
ഒരുപക്ഷെ സാധിച്ചേക്കാം. അപ്പൊ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഇല്ലാത്ത എമൗണ്ട് മാത്രമേ അങ്ങനെയുള്ള കോയിൻസിൽ കൺസിഡർ ചെയ്യാവുള്ളൂ. ബാക്കി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ഒന്നിച്ച് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇട്ട് വെക്കാതെ കുറച്ച് എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം സ്റ്റേബിൾ കോയിൻസിന് വേണ്ടി. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ USDT പോലെയുള്ള സ്റ്റേബിൾ കോയിൻസിൽ ഇടാം. അപ്പം ബിറ്റ്കോയിനും ബാക്കിയുള്ള കോയിൻസ് ഒക്കെ വേണമെങ്കിൽ ക്രാഷ് ആകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേബിൾ കോയിന് വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ എടുത്ത് പൈസ വേണമെങ്കിൽ ബാക്കിയുള്ള കോയിൻസിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വേണമെങ്കിൽ സ്റ്റേബിൾ കോയിൻസിൽ ആ ഒരു പൈസ കീപ്പ് ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സ്റ്റേബിൾ കോയിൻസ്. ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയൊരു സ്മോൾ ക്യാപ് കോയിൻസ്, സ്മോൾ ക്യാപ് അല്ല, ഏറ്റവും ചെറിയ സ്മോൾ കോയിൻസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ വെച്ച് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുക. ഇന്നും അങ്ങനെ തന്നെയുള്ള സ്റ്റാൻഡേർഡ് DCA അല്ലെങ്കിൽ ഡൈനാമിക് DCA മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് DCA അല്ലെങ്കിൽ നമ്മൾ ഡൈനാമിക് DCA എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടുള്ള ബൈ ചെയ്ത് പോകും. ആവറേജ് താഴോട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ആവറേജ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ഒരിക്കലും വലിയ ലിവറേജുകൾ കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കാൻ നോക്കുക. മാക്സിമം ആക്ച്വൽ കോയിൻ തന്നെ വാങ്ങിച്ചു വെക്കാൻ നോക്കുക. അല്ലാതെ ഫ്യൂച്ചർ ഒന്നും വാങ്ങിച്ചു വെക്കാതെ എപ്പോഴും കോയിൻസ്, റിയൽ കോയിൻസ് തന്നെ ആഡ് ചെയ്ത് വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ പോയി ലിവറേജ് എടുത്ത് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്തും അതിന്റെ അകത്തും കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമുക്ക് കിട്ടുന്ന ലിവറേജിന്റെ മുകളിൽ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും ഫ്യൂച്ചറിലൊന്നും വാങ്ങിച്ച് ആവറേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ വലിയ റിസ്ക് ഉണ്ട്. ലിവറേജ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പൊസിഷൻ ലിക്വിഡേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എക്സ്പെൻസ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അത് നമ്മൾ P&L ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് റിയൽ കോയിൻസ് തന്നെ കൃത്യമായിട്ട് നീറ്റായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് ഒരു എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, പോർട്ട്ഫോളിയോ എപ്പോഴും പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനു വേണ്ടി എല്ലാ മണിക്കൂറിലും പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് ആർക്കാണ് വരുന്നത്? നമ്മുടെ സൈസ്, നമ്മുടെ പൊസിഷന്റെ സൈസ് ഒത്തിരി വലുതാണെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അപ്പം വീണ്ടും നമ്മുടെ പൊസിഷൻ പോയി ചെക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു വെക്കാതിരിക്കുക. നമുക്ക് കേപ്പബിലിറ്റി എത്രയുണ്ടോ അത്രയും മാത്രം ഈ ഒരു ക്രിപ്റ്റോയിലേക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇടുക. അപ്പം എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഞാൻ സ്പെഷ്യലി ചെയ്യുന്നത് ഒരു 5% അല്ലെങ്കിൽ 10% മാത്രമേ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 90% ബാക്കിയുള്ള ഇന്ത്യൻ മാർക്കറ്റിലും ഇക്വിറ്റി മാർക്കറ്റിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മെറ്റൽസിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെയാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അപ്പൊ നിങ്ങളും മാക്സിമം 5-10% ഒക്കെ വരെയാണ് ഞാൻ മാക്സിമം ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അതും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാ കോയിൻസും ഒന്നും ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇക്വിറ്റി സ്റ്റോക്കുകൾ പോലെ നല്ല ഫണ്ടമെന്റൽസ് ഉണ്ടെങ്കിലും അതിങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ടായിരിക്കില്ല നമ്മൾ കാണുന്നത്. ഈ കോയിൻസ് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഒന്നിച്ച് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം പിന്നെ അവിടെ നിന്ന് താഴോട്ട് വന്ന ഒരു 50-60% വീണ്ടും ഡിപ്പ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈൽഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് നമുക്ക് കോയിൻസിൽ കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു പ്ലാൻ ഉണ്ടാകുവാണ്, നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു 25% വിൽക്കാം. പിന്നെ അതിലും കുറെ കൂടെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് എമൗണ്ട് വിൽക്കാം. അപ്പൊ ഒരുപാട് നമുക്ക് 2-3 ഇരട്ടി ആയി കഴിയുമ്പോഴാണ് നമ്മൾ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത്ര ബെറ്റർ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് റിട്ടേൺ കിട്ടും. അതല്ല താഴോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പോർഷനെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതും നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പൊതുവേ ക്രിപ്റ്റോ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് CoinDCX. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 കോടിയിലധികം ആൾക്കാർ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇതൊരു FIU രജിസ്ട്രേഡ് പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്ന FIU രജിസ്ട്രേഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം നല്ലൊരു വോളിയും ലിക്വിഡിറ്റിയും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് കോയിൻ വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ബിറ്റ്കോയിൻ, ഇത്തീരിയം, ബാക്കിയുള്ള കോയിൻസ് ഒക്കെ താഴോട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് എങ്ങനെ ബൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ ബൈ എന്നൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ നമുക്ക് വാങ്ങാനുള്ളത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ക്വാണ്ടിറ്റി
കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ബൈ BTC എന്ന് കൊടുക്കുക. നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വാങ്ങി നമുക്ക് കോയിൻസ് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആണ്, ഒട്ടും പാടുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പം ഇവിടെ ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഒരു ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു CoinDCXന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഉണ്ട്. അപ്പൊ ഞാൻ പൊതുവേ പറഞ്ഞു വന്നത്, ഇപ്പൊ നല്ലൊരു ഡിപ്പിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഡിപ്പുകളിൽ നമുക്ക് മാർക്കറ്റിൽ പതുക്കെ നമുക്ക് ചെറിയ രീതിയിൽ ട്രസ്റ്റ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഫ്യൂച്ചറിൽ ഇത് മുകളിലേക്ക് വരും എന്ന് ചെറിയൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ പോലെ ക്രിയേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ SIP ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബൈങ് പവർ കൂട്ടി, കൂടുതൽ പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബൈങ് പവർ കൂട്ടി നമുക്ക് എൻട്രി എടുത്ത് മുമ്പോട്ട് പോവാം. ബൈങ് പവർ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ഗ്യാപ്പ് ഇടുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ചേർന്ന് കൂട്ടി ലിവറേജ് എടുത്ത് പോകാതിരിക്കുക. നമുക്ക് കേപ്പബിലിറ്റി ഉണ്ട്, താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അത്രയും മാത്രം പൊസിഷൻസ് എടുത്ത് മുമ്പോട്ട് പോവുക. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.